സമൂസയുടെ ഷീറ്റ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വെറൈറ്റീസ് റെസിപ്പീസ് റെഡിയാക്കി എടുക്കട്ടെ. ഞാൻ ഇന്ന് ലസാനിയയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, കുരുമുളക് പൊടി, അതേപോലെ ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ടൊമാറ്റോ മിക്സിയുടെ ജാറിൽ അടിച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ വേവിക്കാതെ തന്നെ പച്ചക്ക് തന്നെ നമ്മൾ മിക്സിയുടെ ജാറിൽ വെച്ചിട്ടൊന്ന് അരച്ചെടുത്ത ചിക്കനാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം പാനിൽ നിന്ന് മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ നമുക്കൊരു വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ആ പാനിൽ ഇത്തിരി ബട്ടർ ഇട്ട് കൊടുക്കുക, അതേപോലെ ഒരു ടീസ്പൂൺ മൈദ, പിന്നെ പാലും ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊരു സോസ് റെഡിയാക്കി എടുക്കുക. കുരുമുളക് പൊടി, ചില്ലി ഫ്ലെക്സ്, ഒറിഗാനോ കൂടെ ഇട്ട് കൊടുത്തിട്ട് സോസ് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് വേറൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൽ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ സമൂസയുടെ ഷീറ്റ് മുക്കി കൊടുത്തിട്ട് ഇതിൽ നിരത്തി കൊടുക്കുക, പാനിൽ നിരത്തി കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ. ആരും ചെയ്ത് നോക്കാതെ പോവരുത്, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. എന്നിട്ട് ഈ മിക്സ് നമ്മൾ സമൂസയുടെ ഷീറ്റിൻ്റെ മുകളിൽ ചിക്കൻ്റെ മിക്സ് നിരത്തി കൊടുത്തതിന് ശേഷം വൈറ്റ് സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുക. വൈറ്റ് സോസ് നന്നായി ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഫുള്ളും ഈ ചിക്കൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുക്കുക, കാരണം നല്ല ടേസ്റ്റാണ്. ഇത് എത്ര കൂടണം അത്രയും ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ചീസും കൂടി വെതറി കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഒരു നേരിയ ചുടുവെള്ളത്തിൽ മുക്കിയതിന് ശേഷം സമൂസയുടെ ഷീറ്റ് ഇതിൻ്റെ മുകളിൽ വീണ്ടും നിരത്തുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പിന്നെ ചീസ് ഇട്ട് കൊടുക്കുക, മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ ചെയ്ത് നോക്കാത്തവരൊക്കെ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.